CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന് വീണ്ടും ഹൈക്കോടതി വ്യക്തമാക്കി. അതായത് ED അന്വേഷണത്തിന് നേരത്തെ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് ഇന്ന് തള്ളുകയായിരുന്നു. കേസിലെ തുടർ നീക്കങ്ങൾ വേഗത്തിലാക്കാനാണ് EDയുടെ തീരുമാനം. പഴുതടച്ച അന്വേഷണം വേണമെന്നാണ് കൊച്ചിയിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ ED ഡയറക്ടർ രാഹുൽ നവീൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പിണറായി വിജയന്റെ മകൾ വീണ ടി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്നത്തെ യോഗം ചർച്ച ചെയ്തു. കൊച്ചിയിൽ നിന്നും വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. തുടരന്വേഷണത്തിന് പച്ചക്കൊടി. CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ ED അന്വേഷണമാകാമെന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. തൊട്ടടുത്ത ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലടക്കം 12 ഇടങ്ങളിൽ EDയുടെ പരിശോധന. ശേഷം അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL വീണ്ടും ഹൈക്കോടതിയിലേക്ക്. ഡിവിഷൻ ബെഞ്ച് ആ അപ്പീലും തള്ളി. ഷെഡ്യൂൾഡ് കുറ്റകൃത്യത്തെക്കുറിച്ച് FIR രജിസ്റ്റർ ചെയ്യാതെ EDക്ക് ECIR രജിസ്റ്റർ ചെയ്യാനാവില്ലെന്ന വാദമാണ് അപ്പീലിൽ CMRL ഉന്നയിച്ചത്. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ആ വാദം തള്ളി. ഷെഡ്യൂൾ പ്രകാരമുള്ള കുറ്റകൃത്യം ഇല്ലെങ്കിലും EDക്ക് അന്വേഷണം നടത്താം. പരിശോധനകൾ നടത്താനും സമൻസ് അയക്കാനും നിയമ തടസ്സമില്ല. PMLA പ്രകാരമുള്ള സിവിൽ നടപടികളുമാകാം. EDയുടെ ECIR റദ്ദാക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട വിഷയവും ചർച്ചയായി. ED അഭിഭാഷകരും യോഗത്തിൽ പങ്കെടുത്തു. CMRL എക്സാലോജി കേസിന്റെ അന്വേഷണം തൃപ്തികരമാണെന്ന വിലയിരുത്തൽ. തുടർ നടപടികൾ വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകി. പഴുതടച്ച അന്വേഷണം വേണമെന്ന് രാഹുൽ നവീൻ പറഞ്ഞു. വീണ ടി അടക്കമുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. നേരത്തെ കേസിന്റെ ഭാഗമായി 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. 242 അക്കൗണ്ടുകളിലായി 18 കോടിയോളം രൂപ മരവിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിയുടെ ഒരു അക്കൗണ്ട് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 2,78 ലക്ഷം രൂപയോളം വീണയ്ക്കും കമ്പനിക്കുമായി കരിമണൽ കമ്പനിയിൽ നിന്ന് IT സേവനങ്ങൾക്ക് എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ എക്സാലോജി കമ്പനി കരിമണൽ കമ്പനിക്കായി പ്രത്യേക സേവനങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് കമ്പനിയിൽ ആദ്യം അന്വേഷണം നടത്തിയ SFIO കണ്ടെത്തൽ. എക്സാലോജിക്ക് CMRL നൽകിയ സേവനമെന്ത്? അതിനുവേണ്ടിയാണോ ഈ പണം എക്സാലോജിക്കിന് കൈമാറിയത്? ലഭിച്ച പണം എവിടെ, എന്തിനുപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വേണം, ഉത്തരം വേണം. ED അന്വേഷണം വെളിച്ചം വീശുന്നത് അതിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.